ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് നിങ്ങളെ ഒരു പുതിയൊരു റിമോട്ട് കിറ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് ഡോൾബി DTS ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ആംപ്ലിഫയർ ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന എലനിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പുതിയൊരു റിമോട്ട് കിറ്റാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പറഞ്ഞ ഇമ്രാനിക്സിൻ്റെ X10 എന്ന് പറയുന്ന അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോൾബി DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന റിമോട്ട് കിറ്റ്. ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട്. അതായത് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ ഒക്കെ റിമോട്ട് കിറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിമോട്ടാണ്. ഇനി ഇതിൻ്റെ നമുക്ക് എടുത്തു പറയേണ്ടത് കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കണക്ടർ കേബിളുകൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതും കുറേ കേബിളുകളുണ്ട്. അതും നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല ലെങ്തിൽ തന്നെയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇതൊരു അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ മെയിൻ മദർ ബോർഡും ഡിസ്പ്ലേ ആയിട്ടുള്ള കണക്ഷൻസ് ഉള്ള കേബിൾ കണ്ടില്ലേ എത്രമാത്രം ലെങ്ത് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് വയറിങ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വയറ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ മദർ ബോർഡ്. നല്ല ക്വാളിറ്റി ഉള്ള ഫിനിഷിങ് തന്നെയാണ് ഇവരിത് ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കണ്ടില്ല, നല്ല വലിയൊരു സൈസിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 എൻകോഡറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പുതിയൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് അവർ എൻകോഡറിൻ്റെ റൗണ്ടിൽ അവർ ഒരു ലൈറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കുറേ ഫീച്ചേഴ്സ് ഈ ലൈറ്റിൽ തന്നെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊരു പാനലൊക്കെ ചെയ്യുന്ന സമയത്ത് സൈഡിൽ എക്സ്റ്റേണൽ ആയിട്ടൊരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ എൻകോഡറിൽ തന്നെ ഇവരത് ലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടത്തിലുള്ള രീതിക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 6 കളറ് ഇതിന് ചേഞ്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈറ്റ് ആയിരിക്കും, റെഡ് ആയിരിക്കും, യെല്ലോ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കളർ പാറ്റേൺ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതിന് തന്നെ പല മോഡുകൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഈ എൻകോഡറിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വർക്ക് ചെയ്യാൻ വേണ്ടി 5 വോൾട്ടേജ് DC കൊടുക്കണം. 5 വോൾട്ടേജ് നമ്മുടെ റിമോട്ട് കിറ്റിൽ നിന്ന് എടുത്ത് ഒരിക്കലും കൊടുക്കരുത്. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബക്ക് കൺവെർട്ടർ വെച്ചിട്ട് സെപ്പറേറ്റ് ലൈൻ തന്നെ എടുത്തിട്ട് 5 വോൾട്ട് ഇതിലും കൊടുക്കുക. അപ്പം ഇതിൻ്റെയൊക്കെ വയറിങ്ങിൻ്റെ ഡീറ്റെയിൽ ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഇവർ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നോക്കിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാസും ട്രെബിളും അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇവരൊരു അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു ഗെയിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ റിമോട്ട് കിറ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നി കുറച്ചൊരു ഗെയിൻ കുറവായിരുന്നു. അതിപ്പോൾ ഒരു മാനുവലും അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റലിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഒരു ഓഡിയോ ഔട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ഗെയിൻ കൂടുന്നതനുസരിച്ച് നോയ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സബിനാണെങ്കിലും അത്യാവശ്യം നല്ല പഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ ഒരു ഹെവി ആയിട്ടൊരു സപ്പോർട്ട് വേണമെങ്കിൽ ഒരു ഫിൽട്ടർ വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സബിനും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോൺ കൺട്രോളിലേക്ക് നോക്കുകയാണെങ്കിൽ ബാസും ട്രെബിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ട്രെബിളൊക്കെ ആണെങ്കിലും നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ട്രെബിൾ ഔട്ട് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലെ പാനൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തൊരു സബ് പ്രീ ഔട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഓക്സ് ഇൻപുട്ട്, കൊയാക്സിൽ, ഒപ്റ്റിക്കൽ, ARS ഇൻപുട്ട്, ഇത്രയും ഇൻപുട്ടുകൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ USB, ബ്ലൂടൂത്ത്, ഓക്സും കൂടെ വരുന്നുണ്ട്. ഉണ്ടല്ലേ, വോളിയം കൂടുന്നതനുസരിച്ച് ലൈറ്റിൻ്റെ പവർ കൂടും. അതനുസരിച്ച് ഇതിങ്ങനെ കുറഞ്ഞു വരും. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേഞ്ച് വരുത്താൻ പറ്റും. ആദ്യം ഇതിൻ്റെ അകത്ത് കളർ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിന് നമുക്ക് റിമോട്ടിൽ ഈ മോഡ് എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ കണ്ടില്ലേ, ഇപ്പോൾ ഓറഞ്ച്,
ഇത് വരുന്നത് ഒരു ഓറഞ്ച് പോലെ, അടുത്ത് റെഡ് വരുന്നുണ്ട്, പിന്നെ അടുത്തത് ബ്ലൂ, അങ്ങനെ ബ്ലൂ വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കളറുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നമുക്ക് ലൈറ്റ് വേണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്താൽ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായി ലൈറ്റ് ചെയ്ത് ഓഫായി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും നോബ് തിരിക്കുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി അഗെയിൻ നമ്മൾ ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ഈ മോഡൊന്നിൻ്റെ അകത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്താൽ അടുത്ത ലൈറ്റ് വന്നു. ഈ സെറ്റിങ്സ് നമ്മൾ ഡീപ്പായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതല്ലാതെ തന്നെ ഇവിടെ മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലാതെ റിമോട്ടിലും ഗെയിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം ഇതിൽ കുറച്ച് പീസുകൾ മാത്രമേ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു ഗെയിൻ ഉണ്ട്, നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, പക്ക ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിൻ്റെ അത് കിട്ടുന്നത്. പിന്നെ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.